ബോഗർ ചെയ്തതെന്ന് പറയുന്നത് ഈ മരുന്ന് എല്ലാവരിലും എത്തിച്ചേരണം, ആർക്കും അസുഖങ്ങൾ ഉണ്ടാവരുത്, നോയറ്റ വാഴ്വ് കുറയറ്റ സെൽവം, അസുഖങ്ങൾ ഉണ്ടാവരുതെന്നുള്ള സങ്കല്പത്തോടെയാണ് അദ്ദേഹം ഇത് ചെയ്തത്. കാല് ഇങ്ങനെ ഒരു ദണ്ഡും വെച്ചിട്ട് നിൽക്കുന്ന ശില്പം ഉണ്ടാക്കിയിട്ട് ബോഗർ അങ്ങനെ ഉണ്ടാക്കിയ രൂപമാണ്. അത് ഉണ്ടാക്കിയ ശേഷം ഇതിനകത്ത് വരുന്ന ഭക്തർക്ക് വേണ്ടി അതിനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ഇത് വെച്ച ശേഷം അതിലുള്ള അഭിഷേകങ്ങൾ വരുന്ന പഞ്ചാമൃതമാണ് ഏറ്റവും വിശേഷം. ഇത് കഴിക്കുന്നവർക്ക് അസുഖങ്ങൾ വരാതായി. മാർത്താണ്ഡത്ത് നിന്ന് കഴിഞ്ഞിട്ടൊരു പട്ടി ഞങ്ങളുടെ കാവടി എടുത്തോണ്ട് പോകുന്നതിന് കൂടെ ഞങ്ങളെ കൂടെ വന്നു. ഈ നായി കൂടെ വന്നു. ഇത് ഞങ്ങൾ എവിടെ കാവടി വെക്കുന്നു അവിടെ അത് അതിനടുത്തിരിക്കും. കുറച്ചുപേരും നമ്മൾ നടന്നു, രാത്രിയൊക്കെ വെട്ടം പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. ഈ കാവടിയിൽ നിന്നൊരു 10-20 മീറ്റർ മുന്നോട്ട് പോവുക, വീണ്ടും തിരിച്ചു വരിക, രണ്ടു വശം അത് ഇങ്ങനെ നോക്കുക. അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെയാണ് അത് കൂടെ വന്നത്. ആ സ്കന്ദഷഷ്ടി കവചത്തില് നമ്മുടെ ഒരു മനുഷ്യന്റെ എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഓരോ അവയവങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ദഷഷ്ടി കവചം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മന്ത്രം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും കേട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒരു തവണയെങ്കിലും ഒരാൾ വായിക്കണം എന്നുള്ളതാണ് ഒരു ദിവസം. ഞാൻ വിചാരിച്ചോളെന്ന് വെച്ചാൽ ഈ തമിഴ് വംശജര് അവിടെ പോയി താമസമുണ്ടല്ലോ, അപ്പം അവരുടെ കുലദൈവമാണ് മുരുകൻ. അപ്പം അത് അവര് ആചരിച്ച് അങ്ങനെ ഒരു അവിടുത്തെ ഒരു ഉത്സവമായി മാറി എന്നാണ് എൻ്റെ ഒരു ധാരണ. ആദി ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. യഥാർത്ഥത്തിൽ പറയുന്ന ആദി ഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം എൻ നാട് എൻ മക്കളെന്നും പറഞ്ഞിട്ട് പിണങ്ങി വന്ന് അത് എനിക്കൊരു ലോകമെന്നും പറഞ്ഞ് സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് തമിഴ് ഭാഷ. അത് അഗസ്ത്യരിലൂടെ ഇത്രയും തമിഴ് വ്യാപിപ്പിക്കുകയും 18 സിദ്ധ പാരമ്പര്യം മഹാസിദ്ധൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യനാണ്. ഈ സിദ്ധന് മുരുകന് ശേഷം ഉണ്ടാകുന്ന 18 സിദ്ധർ പരമ്പരയിലും എല്ലാവരുടെയും പരിശോധിച്ചാൽ അവരുടെ എല്ലാം ദേവൻ എന്ന് പറയുന്നത് മുരുകൻ തന്നെയാണ്. ഈ ചുക്കുക്ക് മിന്തിനെ മരുന്നുമില്ല, സുബ്രഹ്മണ്യനെ മിന്തിനെ കടവുളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആധ്യാത്മികമായിട്ടായാലും ഏതൊരു പ്രവർത്തനം, നമുക്കിപ്പോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ശക്തി എന്ന് പറയുന്നതാണ് കുണ്ടലിനി. ഈ കുണ്ടലിനിയുടെ മൂലാധാരത്തിന് വിഘ്നേശ്വരനും അതിന്റെ ആജ്ഞയുടെ 6ാം അധിപതി എന്ന് പറയുന്ന സുബ്രഹ്മണ്യനാണ്. അപ്പൊ നമുക്ക് ഈ ജ്ഞാനം നേടണമെങ്കിലും അറിവ് നേടണമെങ്കിലും ഗണപതിയെയും സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നതിന്റെ ആ രീതി, കാവടി എന്നുള്ള തത്വം അത് തന്നെയാണ്. കാവടി എന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്ന നാഡിയുടെ ഇടപിംഗള നാഡികളും അത് നമുക്ക് സാധാരണക്കാരന് ധ്യാനത്തിലൂടെ നേടാൻ പറ്റിയില്ലെങ്കിൽ അവനൊരു കാവടി ഉയർത്തുമ്പോൾ അവന്റെ സ്വാഭാവികമായിട്ടും അവന്റെ കുണ്ടലിനി ശക്തി ഉണർന്ന് അവൻ ജ്ഞാനാവസ്ഥയിലോട്ട് പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഭയങ്കര അല്ല, ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരാത്ത എപ്പിസോഡുകളുണ്ട്. അത് ഇപ്പൊ ചൈനയിൽ നിന്നാണ് ഭോഗർ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ അറിവാണ് കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അപ്പൊ ഭോഗർ ഇവിടെയുള്ള ഒരു സിദ്ധന്മാരിൽ ഒരു മുനി എന്ന് മാത്രമേ കേട്ടു. ചൈനയിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്നും അത് ഈ മരണമില്ലാത്ത മരുന്ന് കണ്ടുപിടിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞാൻ മുമ്പ് ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു മരുന്ന് നവഭാഷണം കണ്ടെത്തി അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ സമാധി ഇവിടെ തന്നെയാണ്. ബോഗർ ഈ സിദ്ധന്മാർക്ക് ഒരു സമാധിയല്ല, അവർ പല സ്ഥലങ്ങളിലായിട്ട് ജീവൻ അവിടെ ബോഡി അവിടെ വെക്കുന്നു, സമാധിയാകും, അവിടുത്തെ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകുന്നു. പക്ഷെ പഴനിമലയുടെ അടിവാരത്തിൽ തന്നെയാണ് ബോഗറുടെ ജീവസമാധി. ഈ അടിവാരത്തിനകത്ത് ബോഗർ ജീവസമാധിയിലിട്ട് പ്രവേശിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി മഹർഷിയുടെ കുടുംബത്തിന് മാത്രം സിദ്ധന്മാർക്ക് അടുത്ത വംശപരമ്പര നിലനിർത്താനായിട്ട് വിവാഹം കഴിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ തലമുറയാണ് അവിടെ ഇന്നും ബോഗറുടെ സമാധിയിൽ പൂജ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. ബോഗർ എന്ന് പറയുന്നത് നവഭാഷാണോ അല്ല, ഈ മരുന്ന് കണ്ടുപിടിച്ച് ഈ വിഗ്രഹം ഉണ്ടാക്കിയത് തന്നെയാണ്. ഈ വിഗ്രഹത്തിന് അത്രയ്ക്കും പവർഫുള്ളായ നവഭാഷകളുടെ വിഗ്രഹം അത് പഴനിയിലിരിക്കുന്നത് മാത്രമല്ല, 3 വിഗ്രഹങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നവഭാഷണ വിഗ്രഹം. പക്ഷെ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് അതിൽ നിന്നൊക്കെ ഇളക്കിയെടുത്ത ആൾക്കാർ പലരും ബിസിനസ് ആയിട്ട് മാറ്റിക്കൊണ്ടുപോയി. ഈ വേറെ എവിടെയൊക്കെ ഉള്ള കന്നിവാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ കൊടൈക്കനാല് പോകുന്ന ഭാഗത്ത്. കന്നിവാടിയിൽ ഒരു നവഭാഷണ മരതക ലിംഗം എന്ന് പറയുന്നത് പോലെ ഒരു മരതക മുരുകന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് കന്നിവാടിയിൽ. ബോഗർ തന്നെയാണ്. ബോഗർ ചെയ്തതെന്ന് പറയുന്നത് ഈ മരുന്ന് എല്ലാവരിലും എത്തിച്ചേരണം, ആർക്കും അസുഖങ്ങൾ ഉണ്ടാവരുത്, നോയറ്റ വാഴ്വ് കുറയറ്റ സെൽവം, അസുഖങ്ങൾ ഉണ്ടാവരുതെന്നുള്ള സങ്കല്പത്തോടെയാണ് അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷെ അദ്ദേഹം ആദ്യം ഇത് ഉണ്ടാക്കിയ ശേഷം പലരിലും ചെന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് ഞാൻ മരണമില്ലാത്ത മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് അത് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ 9 വിഷവും ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമേ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ വിഷം എന്ന് എനിക്ക് വേണ്ട, എനിക്ക് എന്തെങ്കിലും അസുഖം മാറ്റാൻ വല്ല പൈസ വല്ല ഉണ്ടെങ്കിൽ തന്നാമെന്ന് പറഞ്ഞു. പുള്ളി ആർക്ക് കൊടുത്തിട്ടും ആരും അത് വിശ്വസിച്ചില്ല. അപ്പോഴാണ് പുള്ളി ഒരു തികഞ്ഞ ദേവീ ഭക്തനാണ്. ദേവിയുടെ വെളിപാടുണ്ടാകുന്നു, നീ പഴനി മലയുടെ അടിവാരത്തില്, യഥാർത്ഥത്തിൽ പഴനി എന്ന് പറയുന്ന മലയെക്കാളുപരി അത് തിരുവാമിനംകുടി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പഴനി മലയ്ക്ക് മേളിരിക്കുന്ന ദണ്ഡായുധപാണിയെ ബോഗർ ഉണ്ടാക്കിയതാണ്. പക്ഷെ താഴെ ഇരിക്കുന്ന ആവിനംകുടിയിൽ, തിരുവാവിനംകുടിയിൽ ഇരിക്കുന്ന ഭഗവാനാണ് യഥാർത്ഥത്തിലുള്ള 3ാമത്തെ മൂലസ്ഥാനം അതാണ്. ഈ ബാലമുരുകനെ താഴെ തൊഴുതിട്ട് വേണം നമുക്ക് മലയിൽ ദണ്ഡായുധപാണിയെ കാണാൻ.
അദ്ദേഹം അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്. അപ്പം ഈ പഴനിയിലെത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേലവന്റെ രൂപം അറിയില്ല. എന്താണ് ചെയ്യുന്നത്? വേലവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദേവിയുടെ വെളിപാടിൽ. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം രൂപത്തിൽ കണ്ണടച്ചുകൊണ്ട് അദ്ദേഹത്തിന് രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയതാണ് ദണ്ഡായുധ പണി. അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ വിഗ്രഹത്തിന്റെ ആ രീതി. കാല് ഇങ്ങനെ ഒരു ദണ്ഡും വെച്ചിട്ട് നിൽക്കുന്ന ആ ശില്പം ഉണ്ടാക്കിയത് ബോർ അങ്ങനെ ഉണ്ടാക്കിയ രൂപമാണ്. അത് ഉണ്ടാക്കിയ ശേഷം ഇതിനകത്ത് വരുന്ന ഭക്തർക്ക് വേണ്ടി അതിനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ഇത് വെച്ച ശേഷം അതിലുള്ള അഭിഷേകങ്ങൾ വരുന്ന പഞ്ചാമൃതമാണ് ഏറ്റവും വിശേഷം. ഇത് കഴിക്കുന്നവർക്ക് അസുഖങ്ങൾ വരാതായി. അത് ഭയങ്കരമായ അനുഭവങ്ങളോടുകൂടി ഇരുന്ന ആ പഴനി പഞ്ചാമൃതത്തിന് അത്രയും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല വിഗ്രഹത്തിന്റെ ആ ഒരു ഇതൊക്കെ. കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ നവഭാഷണം എന്ന് പറയുമ്പോൾ ഇത് അലിഞ്ഞലിഞ്ഞ് പോകാൻ സാധ്യതയുണ്ടോ? ഇപ്പം വിഗ്രഹത്തിനൊക്കെ ഒരുപാട് പണികളൊക്കെ അവർ ചെയ്തു. ഈ നവഭാഷണമൊക്കെ ഇപ്പൊ ഇരിക്കുന്ന രീതിയിലാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് അതെ സംശയമുണ്ട്. അതെ അതെ ഉണ്ട്. അതാണോ എന്നൊക്കെ അതെ അതെ. കാരണം എന്നാലും ആ ചൈതന്യം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എത്ര കാലം ഇത് നിൽക്കുമെന്ന് ഞാനും വല്ല ഗ്രാഹ്യമുണ്ടോ? ഇല്ല, ഇത് ബോഗർ അതിന് വേണ്ടിയിട്ടാണ് പല സ്ഥലത്തായിട്ട് ഇത് വെച്ചത്. ഇന്നും പലരും ഇതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു വിഗ്രഹം എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ അടിയിലിരിക്കുന്ന നമ്മള് പിന്നെ മൂന്നാമത്തെ വിഗ്രഹം പറഞ്ഞില്ല, അതെവിടെയാണ്? അത് എനിക്കും അത് കിട്ടി. കന്നിവാടി എന്നുള്ള സ്ഥലം ഇങ്ങനെ ഞാൻ അത് അന്വേഷിച്ചു പോയി. അതുപോലെ പഴനിത്തിന് നമ്മുടെ ഒരു മൂട്ടസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിയുണ്ട്. ആ സ്വാമിയൊക്കെ മുരുകന്റെ ഒരു അവതാരം പോലെ അവിടെ കിടക്കും. ഇപ്പൊ ആ ജീവസമാധി ചെന്ന് കാണണം. ഏകദേശം ആ പഴനിയുടെ ഒരു മേഖലകൾ തന്നെ ആവണം. എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് കന്നിവാടിയിലാണ് എനിക്ക് അറിയാൻ പറ്റും. മുരുകന്റെ ഒരു നമുക്കൊരു സംഭവം തന്നെ അവിടെ ആണെന്ന്. അതെ അതെ, അങ്ങനെ ഉണ്ട് എന്നുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലും യാത്ര ചെയ്തോ? ഞങ്ങൾ 6 പടവീട് യാത്ര നടത്തുന്നുണ്ട്. തിരുച്ചെന്തൂർ പദയാത്രാ കാവടി നടത്തുന്നുണ്ട്. അതിപ്പോ വരുന്ന മാസി മകത്തിന് തിരുച്ചെന്തൂരിലെ ഉത്സവത്തിനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന്. പണ്ട് തിരുവിതാംകൂറിലെ രാജാവിന്റെ പ്രതിനിധിച്ചുകൊണ്ട് ഇവിടുന്ന് ഈ 6ാമത്തെ ഉത്സവത്തിന് ഇവിടെ പച്ച ചാർത്ത്, ചുവപ്പ് ചാർത്ത്, വെള്ളച്ചാർത്താണ് തിരുച്ചെന്തൂരിലെ ഉത്സവം. അതിന് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ഭക്തന്മാർ പോകുന്ന ആ അനുസ്മരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പദയാത്രയായിട്ട് ഒരു 10-80ഓളം സംഘം നമ്മളെ ഇവിടുന്ന് തന്നെ ഉണ്ട്. ഞങ്ങളെ ഒരു കാവടി സംഘമുണ്ട്. ഞങ്ങളുടെ കേരളാദിത്യപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ആ കാവടി തിരിക്കുന്നത് പോകുന്നതൊക്കെ. അങ്ങനെ അതുപോലെ 6 പട വീടെന്ന് പറയുന്നത് ഞങ്ങള് മുരുകന്റെ 6 പട തിരുപ്പറംകുണ്ടത്ത് പോയി ഞങ്ങൾ ആദ്യം തുടങ്ങി പഴനിയിൽ ചെന്ന് ഇടുമ്പം മലയുണ്ട് പഴനിയിൽ. അവിടെ ഇടുമ്പസ്വാമിക്കുള്ള പടുക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 6 പട ഗിരിവലം ചുറ്റി എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട്. അപ്പം ഗംഭീരമായ ഒരു യാത്രയാണ് ഇനി വരാൻ പോകുന്നത്. അതെ അതെ. തിരുച്ചെന്തൂർ യാത്ര അത് തുടക്കം ഇട്ടത് ഏത് വർഷമായിരുന്നു? തിരുച്ചെന്തൂർ യാത്ര 2013 ഞാൻ അതിനു മുമ്പ് 3 വർഷം പോയതിനു ശേഷമാണ് എനിക്ക് ഒരു കാർത്തിക ദിവസം ഇങ്ങനെ സ്വന്തമായിട്ട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് സംഘങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ അതിന്റെ കൂടെ ഒരു ദിവസം പോയി. അതിനുശേഷം എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊരു കാവടി തുടങ്ങണമെന്നൊരു താല്പര്യം ഉണ്ടായി. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? തുടക്കത്തിൽ ഒരു 30 പേരുണ്ടായിരുന്നു. 25-30 പേര്. 30 പേര് തുടക്കത്തിലുണ്ടായിരുന്നു. അത് പിന്നെ കൂടി വരികയാണ്. ഇപ്പൊ നാടിന് തന്നെ ഒരു ആഘോഷമായിട്ട് അത് മാറി. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഒരു 75-80ഓളം പേരുണ്ട്. കഠിനവ്രതമായിട്ട് എല്ലാവരും ചെരുപ്പൊന്നും ധരിക്കില്ല. ഇവിടെ നടന്നാണ്. എത്ര ദിവസം കൊണ്ട് തിരുച്ചെന്തൂരെത്തും? തിരുച്ചെന്തൂർ ഞങ്ങൾ 6ാം ദിവസം തിരുച്ചെന്തൂരെത്തും. 7ന്റെ അന്ന് അവിടെ അഭിഷേകം നടത്തി തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിലെ ഒരു യാത്രയാണ് ഓരോ ഘട്ടം നമ്മൾ സഞ്ചരിക്കുന്ന യാത്ര എന്ന് പറയുന്നത് തിരുച്ചെന്തൂർ. ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഭക്തന്റെ വീഡിയോ ആണ്. അദ്ദേഹം ഇതേപോലെ നടന്നാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ എനിക്ക് മുരുകനെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഡെയിലി അനുഭവങ്ങളാണ്, എന്റെ ജീവിതമേ അനുഭവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഉള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങക്ക്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബോർഡർ മാർത്താണ്ഡത്ത് നിന്ന് കഴിഞ്ഞിട്ടൊരു പട്ടി ഞങ്ങളുടെ കാവടി എടുത്തോണ്ട് പോകുന്നതിന് കൂടെ ഞങ്ങളെ കൂടെ വന്നു. നായി കൂടെ വന്നു. ഈ നായി കൂടെ വന്നു. ഇത് ഞങ്ങൾ എവിടെ കാവടി വെക്കുന്നു അവിടെ അത് അതിനടുത്തിരിക്കും. ഇത് എടുക്കുന്ന സമയത്ത് അതും വരും. അങ്ങനെ ഞങ്ങളുടെ തിരുച്ചെന്തൂര് വരെ ഈ നായി വന്നു. എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു മനുഷ്യൻ അതിനെ ഭക്തിയായിട്ട് നിൽക്കുന്നതിനേക്കാൾ ഉപരി ആ കാവടിക്ക് അതിനൊരു ബഹുമാനമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. കാവടി ആരെടുത്താലും അത് അതിന്റെ കൂടെ പോകും. അങ്ങനെ ആ നായി ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വീട്ടിലുണ്ട്. പേരെന്താണ്? വള്ളി എന്നാണ് പേരിട്ടെ. ഓ, വള്ളിയമ്മ. അതിന് വള്ളിന്ന് പേരിടുമ്പോഴത്തേക്ക് ഇനി വേറെ വല്ല വിവാദം വരുമോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ സ്നേഹം കൊണ്ടിട്ട് അമ്മയാണല്ലേ? എന്തായാലും നല്ല കാര്യം. അങ്ങനെ ഒരു നായ്ക്കുട്ടി ഇങ്ങനെ കൂടെ ഉള്ളത് നമ്മൾ പല ചരിത്രങ്ങളിലും നോക്കിയിട്ടുണ്ട്. ചില നായ്ക്കൾ ഇങ്ങനെ കൂടെ നടക്കുന്നു, വിട്ടുപിരിയാതെ നടന്നു പോകുന്ന അത് ചിലപ്പോ പുനർജന്മം ഒന്നോ അതായിരിക്കാം. കാരണം ഇത് കാവടി എടുത്ത ആരെങ്കിലും ആയിരിക്കാം. കാരണം നമുക്കറിയില്ല. അദ്ദേഹം കാവടി തൊടുന്ന സമയത്ത് വരികയാണ്. കുറച്ചുദൂരം നമ്മൾ നടന്നു, രാത്രിയൊക്കെ വെട്ടം പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും.
ഈ കാവടിയിൽ നിന്നൊരു 10-20 മീറ്റർ മുന്നോട്ട് പോവുക, വീണ്ടും തിരിച്ചു വരിക, രണ്ടു വശം അത് ഇങ്ങനെ നോക്കുക. അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെയാണ് അത് കൂടെ വരുന്നത്. എവിടെ വെച്ചായിരുന്നു കൂടിയത്? അത് മാർത്താണ്ഡം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നത്. അത് പിന്നെ തിരുവനന്തപുരം വരെ വന്നു. പിന്നെ ഞങ്ങൾ പിന്നെ അതിനെ കൊണ്ടുവന്നു. ആദ്യത്തെ തവണ അത് കൊണ്ടുവന്നു. ഇതിനു മുന്നേയും ഇതുപോലെ പട്നായക്കിൽ കൂടെ വന്ന അനുഭവം ഉണ്ട്. നമുക്കല്ല, വേറെ സംഘത്തിലൂടെ പോകുന്ന ആൾക്ക്. അങ്ങനെ തമിഴ്നാട് എത്തിയ സമയത്ത് ഒരു ഉൾഗ്രാമത്തില് വേപ്പിലാംകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോ അവിടുത്തെ ആൾക്കാർ ഇതിന്റെ ഈ ചേഷ്ടകളും രീതികളൊക്കെ കണ്ടപ്പോ അവർക്ക് എന്തോ ദൈവ ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചങ്ങ് പൂട്ടിയിട്ടു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഈ പട്ടിയെ നിങ്ങളുടെ കൂടെ വിടില്ല എന്ന് പറഞ്ഞ് അവർ പൂട്ടിയിട്ടു. അതിനുശേഷം അവർ കെട്ടടിച്ചു വിട്ടു. ഇത് ആരുടെ കൂടെ പോകുന്നു എങ്കിൽ പോട്ടെ എന്ന്. കെട്ടടിച്ചതും കാവടി എടുത്തതിന്റെ കൂട്ടത്തിൽ ഇത് അങ്ങ് പോവുകയും ചെയ്തു. അത് ഭയങ്കരമായ ഒരു സ്ഥിരം നടന്നു വരുന്ന ഒരു സംഭവമാണ്. മുരുക ഭക്തർക്ക് മാത്രം കിട്ടുന്ന ചില അനുഭൂതികളാണ് ചില. ഇനി എന്താണ് ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ? എങ്ങനെയാണ് സമിതിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? നമുക്കിപ്പോ കിട്ടിയ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ആതുര സേവനങ്ങൾ, ഈ പൊതിച്ചോറ് വിതരണം, നമ്മളിപ്പം ഷഷ്ടി തോറും എല്ലാ മാസവും ഷഷ്ടിക്ക് ഞങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും പൊതിച്ചോറ് കളക്ട് ചെയ്ത് RCCയിലും തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കും കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കുറേ ചികിത്സയിൽ കഴിയുന്നവർക്ക് കാല് മുറിച്ച് മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്. വലിയ ഇതൊന്നും ഫണ്ടൊന്നുമില്ല. നമ്മളെന്നാലും നമ്മളെല്ലാവരും കുറച്ച് പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് സ്വരുക്കൂട്ടിയ ഫണ്ട്, നമ്മുടെ നാട്ടുകാരുടെ സഹായം, ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇപ്പോഴും പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അതെ, പൂർണ്ണമായും മുരുകന്റെ ആ ഒരു സർവീസ് ആക്ടിവിറ്റീസ്. സ്കന്ദഷഷ്ടി കവച പാരായണം. സ്കന്ദഷഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്കന്ദഷഷ്ടി കവചം ബാലൻ ദേവരായ സ്വാമി എഴുതിയതാണ്. ആ സ്കന്ദഷഷ്ടി കവചത്തില് നമ്മുടെ ഒരു മനുഷ്യന്റെ എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഓരോ അവയവങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ദഷഷ്ടി കവചം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മന്ത്രം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും കേട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒരു തവണയെങ്കിലും ഒരാൾ വായിക്കണം എന്നുള്ളതാണ് ഒരു ദിവസം. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഷഷ്ടി ദിവസം കുട്ടികളെയും വരുന്ന അമ്മമാരെയും എല്ലാവരും കൂടെ ചേർത്ത് സ്കന്ദഷഷ്ടി കവച പാരായണം ഞങ്ങൾ നടത്തി വരികയാണ്. ഇപ്പം അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും ഈ ചികിത്സാ സഹായം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെങ്ങനെയാ? ഈ RCCയിലുള്ളവർക്കാണോ അതോ? RCC നമ്മളെ തേടി ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ മരങ്ങാലി സിദ്ധാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിളിക്കുകയുണ്ടായിരുന്നു. പുള്ളി ഒരു കിണറ്റിൽ വീണ് കാല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പുള്ളിക്ക് ആരും വേറെ മക്കളൊന്നും നോക്കാനില്ല. ഞങ്ങൾ പോയി അത് കണ്ട് നമ്മുടെ സാറ് തന്നെയാണ് മെഡിക്കൽ കോളേജ് ഋഷേഷൻ നായർ സാറിൻ്റെ ചികിത്സയിൽ സാറ് നമുക്ക് കാല് അത് ശരിയാക്കി തന്ന് കട്ട് ചെയ്ത് മാറ്റി ഞങ്ങൾ കാലൊക്കെ വെച്ചു. ഇപ്പൊ പുള്ളി നമ്മുടെ കൂടെ നടന്നു വരാനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഭയങ്കരമായ ഒരു ഭക്തനാണ് പുള്ളി. അദ്ദേഹം അതിന്റെ രസം എന്ന് പറയുന്നത് പുള്ളി ഏറ്റവും വലിയൊരു ഭയങ്കര മുരുക ഭക്തനാണ്. ഇദ്ദേഹം എങ്ങനെയാണ് നമ്മളെ വേറെ എത്രയോ സംഘടനകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഭഗവാന്റെ ഡയറക്ഷൻ എന്നോളം പുള്ളി നമ്മളെ തന്നെ ബന്ധപ്പെടുകയും നമുക്ക് എവിടെ ഇറങ്ങിപ്പോയാലും പുള്ളിയുടെ സഹായത്തിന് വേണ്ടിയുള്ള കാര്യം നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് നടത്തി. ഇനിയിപ്പോ ഞങ്ങളെ കൂടെ കാവടിക്ക് പുള്ളി വരികയാണ്. നല്ല കാര്യം. നല്ല ഒരുപാട് സർവീസ്. ശരിക്കും ഈ നമ്മൾ മുമ്പ് പറയുന്ന അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥന മാത്രമല്ല, ഒരാളുടെ വയറിന് വിശപ്പും കൂടെ മാറ്റിയാൽ മാത്രമേ അതിന് പുണ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ അന്നദാനങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് അന്നദാനങ്ങളെല്ലാം വെറും വയറുവീർക്കൽ മാത്രമായിരിക്കുന്നു. ആ സമയത്ത് മാത്രം വരുന്നു, കഴിക്കുന്നു, പോകുന്നു. അമ്പലത്തിലെ ചടങ്ങുകൾ കാണുന്നില്ല. അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പം നിങ്ങളെപ്പോലുള്ള എത്ര പേരാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സർവീസ് ആക്ടിവിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ പൊതുജനങ്ങൾ, ഇനി വരും തലമുറകൾ അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് യുവതലമുറയിൽ ഇപ്പോൾ കൂടുതലും ഭക്തി പ്രകസനമായിട്ട് മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കാവടി എന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഇടുംബസ്വാമിയുടെ അജ്ഞത. കാരണം ഇടുമ്പൻ തപസ്സിന് വേണ്ടിയിട്ട് അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ്. യഥാർത്ഥത്തിൽ ഇടുമ്പൻ എന്ന് പറഞ്ഞ അസുരനാണ്. അദ്ദേഹം ശൂരപത്മാസുരനായ മുരുകൻ വധിച്ച ശൂരപത്മാസുരന്റെ സൈനിക വിഭാഗത്തിലെ ഒരു ഗുരുവായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രവൃത്തികളിൽ മാനസാന്തരം സംഭവിച്ച് അദ്ദേഹം അഗസ്ത്യന്റെ ശിഷ്യപ്പെടുകയും അഗസ്ത്യമുനി അദ്ദേഹത്തിന് തപസ് ചെയ്യാനായിട്ട് 2 പർവ്വതങ്ങൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ചെന്ന് കൈലാസത്തിൽ നിന്ന് ശിവഗിരിയും ശക്തിഗിരിയും കൊണ്ടുവന്നു. അത് ഈ തിരുവാവിനംകുടിക്ക് അടുത്ത് സ്ഥാപിച്ചു. അവിടെ സ്ഥാപിച്ചപ്പോൾ ദണ്ഡായുധപാണി ഒരു മലയിൽ നിന്നു വന്നു. അത് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഒരു വാഗ്വാദം നടന്നു. അതിനുശേഷം അതൊരു ഇടുമ്പ സംവാദം, ഒരു വലിയൊരു വാഗ്വാദം തന്നെ ഇവർ തമ്മിൽ നടന്നു. സംശയ ദൂരീകരണം, നീ ആര്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നടന്നു. അവസാനമാണ് അതൊന്നും അവിടെ ആരും പറയുന്നില്ല.